ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കോസ്റ്ററാണ്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു മാജിക് റിങ് ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ കെട്ടിട്ടതിന് ശേഷം ഇനി 4 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ റിങ്ങിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ റിങ്ങിൻ്റെ അകത്ത് 12 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്പേസിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഡബിൾ ക്രോഷ്യ ഈ സെയിം സ്പേസിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സ്പേസിൽ ഇതുപോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി 3 ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ഡബിൾ ക്രോഷ്യ ഈ സ്പേസിൽ ചെയ്ത് കൊടുക്കാം. ഇനി 2 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സ്പേസിൽ ഇതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനിയും സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി 2 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സ്പേസിലും ഇതുപോലെ തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം.
ഈ റൗണ്ട് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനിയും 6 ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത ചെയിനിലോട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഗ്യാപ്പിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെയിൻ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി 6 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ചെയിനിൻ്റെ അകത്ത് 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അതിനുശേഷം 3 ചെയിൻ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒരു പീക്കോട്ട് തയ്ച്ചെടുക്കുക. പിന്നെയും ഈ സൈഡിലായിട്ട് 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. പിന്നെയും ഈ സ്പേസിലോട്ട് 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം.
ഇനി അടുത്ത കളർ നൂലെടുത്ത് ഇതുപോലെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെയിൻ ഇടാം. പിന്നീട് അടുത്ത സ്പേസിലും ഇതുപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെയിൻ ഇടാം. ഒരു സിംഗിൾ ക്രോഷ്യ അടുത്ത സ്പേസിൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യാം. ഇനി ഈ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും ആ സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് പിന്നെയും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇത് ടേബിൾ മാറ്റായിട്ടും കോസ്റ്ററായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടെ വലിപ്പത്തിൽ തയ്ച്ചതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്